കാനഡയിലെ ജീവിതം വിട്ട് താൻ നാട്ടിലേക്ക് വന്നത് അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണെന്ന് തൻവി സുധീർ ഘോഷ് പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. സിന്ധു കൃഷ്ണയും ഭർത്താവും മക്കളും അമ്മൂമ്മയെ നോക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. കൃഷ്ണകുമാർ കുടുംബത്തിലെ അംഗങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലടക്കം ഇതിൻ്റെ പേരിൽ സൈബർ ആക്രമണം വ്യാപകമായിരുന്നു. ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടെ വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് തൻവി. ആരും ഫോൺ വിളിക്കാനില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം തന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നുവെന്നും ആരും കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും തൻവി പറഞ്ഞു. ഒപ്പം അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും താൻ എത്ര പ്രിയപ്പെട്ടതാണെന്നും വീഡിയോയിൽ തൻവി വിശദീകരിച്ചു. സിന്ധുവിൻ്റെ സഹോദരി സിമിയുടെ മകളാണ് 27കാരിയായ തൻവി. വിവാഹിതയും 2 കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. അമ്മൂമ്മയുടെ വിഷമം കണ്ടതുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് എല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ആര് എന്ത് ചെയ്തു കൊടുത്താലും അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഈ ലോകത്ത് എന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഞാനെല്ലാം തിരിച്ചു ചെയ്തു കൊടുക്കുന്നതും. ആരും ഫോൺ വിളിക്കാനില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞതിന് കാരണം എന്നെ വിഷമിപ്പിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയായിരുന്നു. പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാനഡയ്ക്ക് പോകും മുമ്പ് ഞാനും അമ്മൂമ്മയും തമ്മിലും വഴക്കിട്ടിട്ടുണ്ട്. കാനഡയിൽ ഞാൻ കെയർ ഹോമിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരെയാണ് പരിപാലിച്ചിരുന്നത്. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് അമ്മൂമ്മയുടെ ആവശ്യങ്ങളും അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളും അത്ര വലുതല്ലെന്ന് മനസ്സിലായത്. അമ്മൂമ്മ പറഞ്ഞത് ചെറിയ കാര്യങ്ങളാണ്. എന്നിട്ടാണ് ഇക്കാര്യങ്ങളുടെ പേരിൽ ഞാൻ വഴക്ക് കൂടിയതെന്ന് തോന്നിയിട്ടുണ്ട്. കെയർ ഹോമിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്നെ കൊല്ലുമെന്നാണ്. കണ്ണ് കാണാത്ത അന്തേവാസിയായിരുന്നു. അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പറയുന്നതാണ്. അമ്മൂമ്മയും അപ്പൂപ്പനും അവർക്ക് എന്തുണ്ടെങ്കിലും എനിക്കേ തരൂ. അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശം എനിക്കില്ലായിരുന്നു. അമ്മൂമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പറ്റുന്ന തുകയാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത്. എല്ലാ ചിലവും എന്നെക്കൊണ്ട് വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി ചിലവുകൾ സിന്ധു അമ്മയൊക്കെയാണ് നോക്കിയിരുന്നതെന്നും തൻവി പറഞ്ഞു. എന്നാൽ ആദ്യത്തെ വ്ളോഗിലുണ്ടായിരുന്ന സന്തോഷവും ചുറുചുറുക്കും രണ്ടാമത്തെ വീഡിയോയിൽ തൻവിക്കില്ലെന്ന് പ്രേക്ഷകരിൽ ചിലർ ചൂണ്ടിക്കാട്ടി. തൻവിക്ക് ഇന്നലെയുണ്ടായ ഹാപ്പിനെസ്സൊക്കെ പോയല്ലോ. സിന്ധു ഗുണ്ടകളെ വിട്ടോ അതോ അഹാന വഴക്കിട്ടോ? എന്തിനാണ് തൻവി ഇങ്ങനെ പേടിക്കുന്നത്? തൻവി സത്യമുള്ളതുപോലെ പറഞ്ഞു. അതിൽ KK ഫാമിലി എക്സ്പോസായി. നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. മറ്റുള്ളവരെ പോലെ പൈസക്ക് മാത്രം വില കൊടുക്കാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നു. സിന്ധു തൻവിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തം. തൻവി ആരെയും പിണക്കേണ്ടെന്ന് കരുതി പുതിയ എക്സ്പ്ലനേഷൻ തന്നത് പോലെ തോന്നിയെന്നും കമൻറ്റുകളുണ്ട്. വിമർശനം പെരുകിയപ്പോൾ അഹാന പ്രതികരിച്ചെത്തിയിരുന്നു.